റോക്കിന് പവർ ടീം ഡയറക്റ്റ് എവിക്ട് ചെയ്തോ? അതിനുള്ള അധികാരം നമ്മുടെ പവർ ടീമിനുണ്ടോ? നമുക്ക് അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. അപ്പൊ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സംഭവം വേറെ ഒന്നല്ല, ഇന്ന് രാവിലെ ഒരു പ്രോമോ വന്നിട്ടുണ്ടായിരുന്നു. പ്രോമോക്കകത്ത് നമ്മുടെ ബിഗ് ബോസ് ആണെങ്കിൽ നമ്മുടെ പവർ ടീമിന്റെ അടുത്ത് പറയാണ്, ഇന്നലെ ഇവിടെ ഒരു നിയമലംഘനം നടന്നിരുന്നു, അതിന് എന്താണ് പവർ ടീം അതിനുള്ള നടപടി എടുക്കുന്നതെന്ന് എനിക്ക് കാണണമെന്നാണ് ബിഗ് ബോസ് പറയുന്നത്. അപ്പൊ അതിനെ തുടർന്ന് നമ്മുടെ പവർ ടീമിലെ അംഗങ്ങൾ എല്ലാവരും കൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ജാസ്മിനും ഗബ്രിയും ആദ്യം തന്നെ പറയുന്നുണ്ട്, റോക്കി ആണല്ലോ നമ്മുടെ നിയമലംഘനം നടത്തിയത്, അതുകൊണ്ട് ഡയറക്റ്റ് എവിക്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ അതിനവര് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പത്തേക്ക് നമ്മുടെ ശ്രീരേഖ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായം ഇതാണോ എന്ന്. അതിനുശേഷം പിന്നെ അവർ ലിവിംഗ് ഏരിയയിലോട്ട് വരുന്നു. ഇതാണ് കാണിക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു അധികാരം എന്തായാലും പവർ ടീമിന് ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് സുഖമല്ലേ, ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിന്റെ ഓരോ പേരും പറഞ്ഞ് അങ്ങ് പുറത്താക്കിയ പോരെ. എന്തായാലും അതെന്തായാലും നമ്മുടെ ബിഗ് ബോസ് അംഗീകരിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയുമായിരിക്കും, മിക്കവാറും പറയുമായിരിക്കും. അവിടെ പറയുമ്പോഴത്തേക്കും ഇതല്ല വേറെ എന്തെങ്കിലും കൊടുക്കാൻ പറയുമായിരിക്കും. അതാണ് ഉണ്ടാവാൻ പോകുന്നതാണ് തോന്നുന്നത്. എന്തായാലും ഒരിക്കലും അവർക്ക് അതിനുള്ള പവർ ഒന്നും അവിടെ ഇല്ല. ബാക്കി എല്ലാ കാര്യത്തിലുള്ള അധികാരവും ഉള്ളൂ. പിന്നെ ബിഗ് ബോസ് എന്തിനാണ്? ബിഗ് ബോസ് അല്ലേ ആരെ പുറത്താക്കണം ആരെ പുറത്താക്കണ്ട തീരുമാനിക്കേണ്ടത്. എന്തായാലും അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് നോക്കാം, എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം. അവിടെ ഇന്നലെ കുറെ സംഭവങ്ങൾ ഉണ്ടായല്ലോ. അതായത് നമ്മുടെ ജാസ്മിനും ഗബ്രിയും കൂടെ നമ്മുടെ റോക്കിനെ നന്നായിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതിനെ തുടർന്നാണ് നമ്മുടെ റോക്കി അവിടുത്തെ പ്രോപ്പർട്ടി ഇടിച്ച് തകർക്കുന്നുണ്ടായിരുന്നു. ഇന്നലത്തെ ലൈവിൽ കണ്ടു കാണും, എപ്പിസോഡിലും ഉണ്ടായിരുന്നു. അപ്പോ അതിനെയൊക്കെ തുടർന്നാണ്. പിന്നെ അവിടെ മൊത്തത്തിൽ ഒരു പ്രശ്നങ്ങളാണല്ലോ. ഇത് തുടർന്ന് നമ്മുടെ ആരാണ് ഈ ജബ്രി അല്ല, ജാസ്മിനും ഗബ്രിയും ശരിക്കും പറഞ്ഞാൽ അവർ സ്വന്തമായിട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം വേറൊന്നല്ല, ഇവര് തന്നെയാണ് ബാക്കിയുള്ളവരും കുറ്റം പറയുന്നത്, അവരങ്ങനെ ഇങ്ങനെയാണ്. പക്ഷെ ഇവര് നമ്മുടെ വീട്ടുകാര് ഇവരോട് സംസാരിക്കാൻ പോകുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇവരാണ് ഞങ്ങൾ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ കോർണർ ചെയ്തിട്ട് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ജാസ്മിനും ഗബ്രിക്കും ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ശരിക്കും രണ്ടുപേരും നല്ലൊരു പ്ലേയേഴ്സ് ആണ്. പക്ഷെ ഇവർ രണ്ടുപേരുടെ കോംബോ അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലാണ് കാണുന്നതെങ്കിൽ നമുക്ക് അത് ലവേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ട് അവർ കാണിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. ഇപ്പൊ അവർ ലവേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നെങ്കിൽ നമ്മൾ ഓക്കെ ലവേഴ്സ് അല്ലേ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഇത് ഫ്രണ്ട്സ് ആണെന്നും പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നത് അവിടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു രീതിയല്ല. ഇഷ്ടംപോലെ കോമ്പോസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ മുൻ സീസണുകളിലൊക്കെ. അതിലൊക്കെ വ്യത്യസ്തപ്പെട്ടാണ് ഇവര്. പക്ഷെ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, ഞാൻ ഇമേജ് കോൺഷ്യസ് അല്ല. അവിടെ ഇമേജ് കോൺഷ്യസ് എന്നല്ല ചിന്തിക്കേണ്ടത്. കാരണം ഇമേജ് കോൺഷ്യസ് വേറെ, അതായത് നമ്മൾ ഒരു ഗെയിമിലോട്ട് വരുമ്പോൾ ഗെയിം നമ്മൾ എങ്ങനെ ജയിക്കണം, അല്ലെങ്കിൽ പ്രേക്ഷകരെ എങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുത്തണം എന്നാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇമേജ് കോൺഷ്യസ് എന്നുള്ള ഒരു പദമല്ല അവിടെ വേണ്ടത്. പ്രേക്ഷകരെ എന്തായാലും ഇഷ്ടപ്പെടണമെങ്കിൽ ഒരു പ്രേക്ഷകർ ഇത് ഇഷ്ടപ്പെടാൻ എനിക്ക് സാധിച്ചില്ല. ഇപ്പൊ അവർ ലവേഴ്സ് ആണെങ്കിൽ ഒരുപാട് പ്രേക്ഷകർ ഉണ്ടാവും അത് ഇഷ്ടപ്പെടുന്നത്. അത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന കുറെ പേര്. പക്ഷെ ഇത് ഫ്രണ്ട്ഷിപ്പ് എന്ന പേരിൽ പക്ഷെ നമ്മൾ കാണുന്നത് വേറെ പലതുമാണ്. അതുകൊണ്ടാണ് പ്രശ്നം മുഴുവൻ. ഇനിയെങ്കിലും അവർ നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ ഇനിയും ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുറേയും കൂടെ ഒക്കെ മുന്നിലോട്ട് പോകും. കാരണം ഒരു നെഗറ്റീവ് റോൾ ആണെങ്കിൽ പോലും കുറച്ചൊക്കെ മുന്നിലോട്ട് എന്തായാലും ഗെയിമിലോട്ട് പോകും. പക്ഷെ എന്നാലും ഒരു വിന്നർ എന്നൊരു രീതിയിലോട്ട് എന്തായാലും എത്താൻ പറ്റത്തില്ല. കാരണം ആർക്കും ഇഷ്ടപ്പെടാനുള്ള ഒന്നും അവിടെ കാണുന്നില്ല. ആദ്യ ദിനങ്ങളിലൊക്കെ നമ്മുടെ ജാസ്മിൻ ഒക്കെ നല്ല രീതിയിലായിരുന്നു മത്സരിച്ചിരുന്നത്. പക്ഷെ പിന്നെ ഫുൾ ഗബ്രിക്ക് വേണ്ടിയും ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടിയും ഗബ്രി ജാസ്മിന് വേണ്ടിയാണ് അവിടെ സംസാരിക്കുന്നതും കാണുന്നതെല്ലാം. അപ്പൊ എനിക്ക് പേഴ്സണലി തോന്നുന്നു ഒരു മാറി നിന്ന് കളിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നമുക്ക് നോക്കാം എന്തായാലും എന്താ സംഭവിക്കുന്നത്. ഇനിയിപ്പോ ലാലേട്ടൻ വന്നിട്ട് എന്തെങ്കിലും ഒരു സൂചന കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ഒരു പക്ഷെ മനസ്സിലാവുമായിരിക്കും, അറിയില്ല. പിന്നെ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാ. ഇന്നും അവിടെ ഇന്നലത്തെ പ്രശ്നങ്ങളെ തുടർന്ന് ഇന്നും കുറെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ജാസ്മിൻ ക്വിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ഇതുവരെയും കൺഫേം ആയിട്ടൊന്നും കേൾക്കുന്നില്ല. എന്തായാലും ക്വിറ്റ് ചെയ്തിട്ടില്ലെന്നൊന്നും, പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ നടന്നിട്ടുണ്ട്. എന്തായാലും തുടർന്ന് നമുക്ക് കാണാം. ലൈവിൽ ഇപ്പം അവിടെ സ്കിറ്റിന്റെ പ്രോഗ്രാംസോ അങ്ങനെ എന്തൊക്കെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ കിട്ടുവാണെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.